ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മ പുറത്തൂടെ നടന്ന് പരിസര ഗവേഷണത്തിനൊടുവിൽ കണ്ടുപിടിച്ചു ഗായ്സ്. വർഷങ്ങളായി കൊണ്ടുവച്ച കൈതച്ചക്ക പഴുത്തല്ലല്ലോ, കിളിച്ചിരിക്കുന്നല്ലോ. അതിൽ കൈതച്ചക്ക ഉണ്ടായി. ഇത് കൊണ്ടുവച്ചിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴാണ് ഗായ്സ് ഇതിലൊരു കായ് ഉണ്ടാകുന്നത്. അങ്ങനെ ഞങ്ങളത് ആകാംക്ഷയോടെ പിഴുതെടുത്ത്. അപ്പോഴാണ് അറിയുന്നത് അത് പഴുത്തിട്ടില്ലായിരുന്നു. വെറുതെ പിഴുതെടുത്ത് വെച്ചെങ്കിൽ പിഴുതെടുത്ത് വെച്ചിട്ടാണേലും പഴുക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങളത് പിഴുതെടുത്ത് ആകാംക്ഷയോടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പഴുക്കുമായിരിക്കും, കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഒരാവേശത്തിന് പോയി പിഴുതെടുത്തതാണ്. അങ്ങനെ അതുകൊണ്ട് പിഴുത് വെച്ചിട്ട് അതിലും 2 ദിവസം കൊണ്ട് അത് പഴുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നേരെ പോയത് അടുക്കളയ്ക്കകത്ത് തലയിടാൻ വേണ്ടിയിട്ടാണ്. രാവിലെ വന്നിട്ട് ദോശയും ചമ്മന്തിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വെറൈറ്റിക്ക് ചെറുപയർ തോരനും കൂടെ കൂട്ടി കഴിക്കുന്നത് ഞാൻ. എന്തൊരു കോമ്പിനേഷൻ ഇല്ലാത്ത സാധനം അല്ലേ. അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു പോളോ ടീഷർട്ടാണ് ഗൈസ്. ഒരു 200 സംതിങ്ങിന് വേണ്ടി കിട്ടിയതാണ്. ഞാൻ മെണച്ചു കുത്തി ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ തിരിച്ചങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഞാനിപ്പോൾ വീട്ടിലൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഡിമാർട്ടിൽ നിന്ന് മേടിച്ച 100 രൂപയുടെ ബനിയൻ. അത് ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ എന്ത് ബനിയൻ ഇടുമെന്ന് ഓർത്ത് ഞാനൊരു ഷർട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം ആണെങ്കിലും എനിക്ക് കിട്ടിയത് ലാർജാണ് ഗൈസ്. ലാർജ് ആണെങ്കിലും അത്ര വലിയ കുഴപ്പങ്ങളും അപാകതകളും ഇല്ലാത്തൊരു ടീഷർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം ലൂസാണ്. എനിക്ക് ലൂസുള്ള ടീഷർട്ട് ഇഷ്ടമാണ്. പക്ഷേ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡ്രസ്സാണ്. സ്ലീവ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ ആണ്. അപ്പോൾ ഇതെന്തായാലും റിട്ടേൺ ആയി. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.